കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും സമയബന്ധിതമായി പട്ടിക പ്രസിദ്ധീകരിച്ച് ഇലക്ഷൻ പ്രോസസ്സിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരുപാടില്ലാത്ത അവസ്ഥ വരും. പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഒരാളെ വോട്ട് നിഷേധിക്കുന്നതിന് തുല്യമാണല്ലോ. അപ്പോൾ ആ ഒരു ഇതിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. കൊടുവള്ളിയിൽ ഏതാണ്ട് 3000-ഓളം അപേക്ഷകളാണ് ഇപ്പോൾ നഗരസഭയ്ക്ക് ലഭ്യമായിരിക്കുന്നത്. ഇതിൽ മുഴുവൻ പ്രശ്നപരിഹാരത്തിന് സാധ്യതയില്ല എന്ന് തന്നെയാണ് സെക്രട്ടറി വളരെ വ്യക്തമായി തന്നെ പറയുന്നത്. ഇതിൽ 1400-ഓളം വോട്ടുകളിൽ ക്രമക്കേടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ അദ്ദേഹം ശരിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഫോം 5 പ്രകാരം നൽകിയിരിക്കുന്ന അപേക്ഷകളിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കാൻ സാധ്യമാവില്ല. കാരണം വളരെ ചുരുങ്ങിയ സമയം മാത്രമാണുള്ളത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ശരിപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന് തന്നെ സെക്രട്ടറി പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റ് ഇപ്പോഴും ഓപ്പൺ ആകുന്നില്ല എന്നുള്ള കാര്യം കൂടി സെക്രട്ടറി പറയുന്നുണ്ട്. ഏതായാലും UDFന്റെ ഭാഗത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോഴും ഉയരുന്നത്. കാരണം 3000-ഓളം അപേക്ഷകളിൽ തീരുമാനമെടുക്കണം. ഇവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് 1400-ഓളം വോട്ടുകളിൽ നടപടി ഉണ്ടാവണമെന്നാണ്. ആ നടപടി ഉണ്ടാവില്ല എന്ന് ഏറെക്കുറെ ബോധ്യപ്പെടുന്ന ഒരു സമയത്താണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം UDFന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്. 1400-ഓളം വോട്ടുകൾ ഇപ്പോഴും പുനഃസ്ഥാപിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലുള്ള സംശയമാണ് ഇപ്പോൾ സെക്രട്ടറി പറയുന്നത്. എന്താണ് അടുത്ത നടപടി? നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോടതിയുടെ മുമ്പിൽ കേരളത്തിന് ബഹുമാനത്തെ ഹൈക്കോടതി നമ്മോട് പറഞ്ഞത് കഴിഞ്ഞ 4-5 തീയതികളിൽ ആക്ഷേപങ്ങൾ കൊടുക്കാനും ആ ആക്ഷേപങ്ങൾക്കനുസരിച്ച് കൊടുവള്ളിയിലെ മുനിസിപ്പാലിറ്റി വോട്ടർ ലിസ്റ്റ് കുറ്റമറ്റതാക്കും എന്നാണ് കോടതി നമുക്ക് തന്ന ഉറപ്പ്. ഇവിടെ വീണ്ടും സെക്രട്ടറിയും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ചില ആളുകൾ ഒത്തുകളിച്ചുകൊണ്ട് ഇവിടെ ആ തെറ്റുകൾ നിലനിർത്താനുള്ള സംഗതിയാണ്. അപ്പോൾ സമയപരിമിതി ഉണ്ട് എന്നാണ് സെക്രട്ടറി പറഞ്ഞത്. ഞാൻ വന്നിട്ട് 3-4 ദിവസമായി അതിനുള്ളിൽ ചെയ്യാൻ കഴിയുന്നത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, വളരെ ചെറിയ, കാരണം ഇവിടെ അന്വേഷണം കൃത്യമായി പൂർത്തീകരിച്ചു കഴിഞ്ഞു. എല്ലാ ഫീൽഡിലും പോയിട്ട് ഈ പറയുന്ന 1400 വോട്ടുകൾ അനധികൃതമായിട്ടാണ് കടന്നുകൂടിയതെന്നും ഇവർ ഇന്ന വാർഡിലാണ് എന്നും കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ട് അനുസരിച്ച് കേവലം അരമണിക്കൂർ കൊണ്ട് വാർഡ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം. പക്ഷേ ഈ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല എന്നാണ് ഇന്നലെ 3 ദിവസമായി ഇത് സംബന്ധിച്ച് ഞങ്ങൾ പരാതി ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം ഇലക്ഷൻ കമ്മീഷനിലെ ചില ആളുകൾ ഇവിടുത്തെ CPMന്റെ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾക്ക് വേണ്ടിയിട്ട് ചില ഒത്തുതീർപ്പുകൾ നടത്തുന്നുണ്ടോ എന്നാണ് ഞങ്ങളുടെ സംശയം. ഞങ്ങൾ കോടതി ഇതിന് മുകളിൽ ഒന്നുകിൽ ഹൈക്കോടതിയിൽ ഇന്ന് വീണ്ടും ഞങ്ങൾ ഇതിൽ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി അടക്കം ഞങ്ങൾ ഇതിൽ പരാതികളുമായി മുന്നോട്ട് പോകും. എൻ്റെ ഡിവിഷനിൽ 34 വോട്ട് അട്ടിമറിച്ചുണ്ട്. വേറെ വാർഡ് ഡിവിഷൻ നിലനിർത്തുന്ന വാർഡിന് വേറെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് വോട്ടുകൾ ഞങ്ങൾ UDFന്റെ മാത്രം നോക്കിയിട്ടാണ് വെട്ടി ഒഴിവാക്കിയത്. അതേ സ്ഥാനത്ത് മറ്റു വാർഡുകളിൽ നിന്ന് LDFന്റെ വോട്ടുകൾ ഞങ്ങൾ വാർഡുകളിലേക്ക് തിരികെ കയറ്റുകയും ചെയ്തിട്ടുണ്ട്. അത്രയും അതിക്രമമായ രീതിയിലാണ് വോട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത്. പരാതിയെ തുടർന്ന് നടത്തിയ ഫീൽഡ് സർവേയിൽ ചില ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. ആ കാര്യങ്ങൾ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ക്രമക്കേടുകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ സമയം തനിക്ക് മുന്നിലില്ല എന്നുള്ള കാര്യം സെക്രട്ടറി വളരെ വ്യക്തമാക്കുന്നു. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന 3000-ഓളം അപേക്ഷകളിൽ 1400-ഓളം അപേക്ഷകളിൽ ഇനിയും തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാവുകയാണ്. ഇന്ന് രാത്രിയോട് കൂടി തന്നെ ഇത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. നാളെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് പലരുടെയും വോട്ട് ഇപ്പോഴും വലിയ തരത്തിലുള്ള പ്രതിസന്ധിയായി ഉയർന്നു വരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ UDF പ്രവർത്തകരുടെ ഭാഗത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്. പക്ഷേ ആ പ്രതിഷേധത്തിന് എത്രത്തോളം ഫലം ഉണ്ടാവുമെന്നുള്ള സംശയം കൂടി അവർ തന്നെ ഇപ്പോൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.